മക്കളെ നമസ്കാരം. കുട്ടിപ്പാക്കയും പ്രകാശേട്ടനും ജില്ലാ മെമ്പറും പഞ്ചായത്ത് മെമ്പറും ഒക്കെപ്പാടെ കൂടി നിൽക്കണ ഈ തീവണ്ടി വേണം ഇങ്ങനെ കണ്ടോളി. ഇത് സ്ഥാനാർത്ഥികൾ നിൽക്കാനുള്ള കാരണം എന്താ? 2022 22 കോടി 90 ലക്ഷം നരേന്ദ്രമോദി വെച്ചിട്ട് ഇത് വരാല്ലേ അടുത്തും നോക്കിയില്ല വലുതും നോക്കിയില്ല. കാരണം അവർക്ക് കണ്ടൂല എന്ന് മനസ്സിലായി. രാഹുൽ ഗാന്ധി MP ആയി 5 കൊല്ലം കഴിഞ്ഞു, പ്രിയങ്കയായി 5 കൊല്ലം കഴിഞ്ഞു. ഇവർക്കൊന്നും ഇത് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. അവൻ ഈ താഴെത്തട്ടിലെ മക്കൾക്ക് ഇത് കൊണ്ടുവരാൻ കഴിയുമോ നോക്കാൻ ആ കുട്ടിപ്പാക്കാൻ നിൽക്കണം. അതെന്താ പറയാൻ കാണുന്നാരോ, ഇത് കൊണ്ടുവരാല്ലേ എല്ലാ പണിയും ഇനി കൊണ്ടാണ്ട് ഞങ്ങളെത്തുണ്ട്. ഞങ്ങളിതൊക്കെ പറയുന്നത് എന്താരോ, ഞങ്ങൾ മൊത്തം ആയിരക്കണക്കിന് ആൾക്കാർ വാണിയമ്പലത്തിൽ മരിച്ച സംഭവം തന്നെ ഉണ്ട്. ഇതൊക്കെ ഈ ലൈവ് ഒന്ന് കണ്ട് ഷെയർ ചെയ്ത് വിട്ടുള്ളൂ നിങ്ങൾ. കാരണം എന്താണോ, കുടുങ്ങികൾ മനുഷ്യന്മാർ. ഇതിൻ്റെ കരണ്ടിൻ്റെ വണ്ടി വരെ ആക്കിക്കുന്നത് നരേന്ദ്രമോദിൻ്റെ ഭരണകാലത്താണ്. അതൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അല്ല കമ്മ്യൂണിസ്റ്റുകാരോ ലീഗുകാരോ കോൺഗ്രസ്സുകാരോ വിചാരിച്ചാൽ കജൂല. അതൊക്കെ നിങ്ങളോട് പറഞ്ഞു തന്നെ എന്താണോ, ഇത് നടക്കണമെന്നുണ്ടെങ്കിൽ നരേന്ദ്രമോദിനെ വിചാരിക്കണം. അപ്പോൾ ഈ ജില്ലയ്ക്കും ബ്ലോക്കും ത്രിതല പഞ്ചായത്തിലുള്ള വോട്ടുകൾ അതാത് സ്ഥാനാർത്ഥി BJP കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അന്ന് നമസ്കാരം. നമസ്കാരം. ഈ കാണുന്നത് നിലമ്പൂർ ഷൊർണൂർ പാതയാണ്. മുന്നിൽ അതിൻ്റെ താഴത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. 1923 ഈ നിലമ്പൂർ ഷൊർണൂർ പാത തുറന്നത്. അന്നത്തെ അതേ ലെവലിൽ തന്നെയാണ് ഇന്നത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനുശേഷം ഇവിടെ കാരാടിൽ LP സ്കൂൾ വന്നു, UP സ്കൂൾ വന്നു, ഹൈസ്കൂൾ വന്നു, ആരോഗ്യവകുപ്പിൻ്റെ സ്ഥാപനങ്ങൾ വന്നു, പൊതുവിതരണ കേന്ദ്രം റേഷൻ കട വന്നു, ഒരു ഭാഗത്ത് പോസ്റ്റ് ഓഫീസ് വന്നു. പക്ഷേ ഇന്നും 1500 കുടുംബങ്ങൾ താമസിക്കുന്ന കരിമ്പൻതൊടി വടക്കുംപാടം ഭാഗത്തു വരുന്ന കുട്ടികളും ഏക ആശ്രയം ഈ റെയിൽപാത മുറിച്ച് കടക്കുക എന്നല്ലാതെ വേറെ വഴിയൊന്നുമില്ല. അതുകൂടാതെ ഒരു അത്യാഹിത ഘട്ടത്തിൽ ഈ കേരമ്പടം ഭാഗത്തൊരു ആൾക്കാർ അപകടം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ആശുപത്രി പോണ്ടി കഴിഞ്ഞാൽ 12 കിലോമീറ്റർ ചുറ്റി വേണം തൊട്ടടുത്തുള്ള ജില്ലാ ആശുപത്രിയിൽ അല്ലെങ്കിൽ സർക്കാർ ആശുപത്രിയിൽ എത്തണമെങ്കിൽ. അവിടേക്ക് രോഗി മരിച്ചും പോയിട്ടുണ്ടാകും. ഈ അവസ്ഥയിലുള്ള ഇവിടെ മേൽപ്പാലം അല്ലെങ്കിൽ അടിപ്പാത വേണമെന്നുള്ള ദീർഘകാലത്തെ ആവശ്യമാണ്. ഇതിനുവേണ്ടി ഞങ്ങൾ പ്രധാനമന്ത്രിക്കെല്ലാം കത്തയച്ച് അവസാനം പ്രൈം മിനിസ്റ്റർ ഓഫീസിൽ നേരിട്ട് വിളിച്ച് പറഞ്ഞതാണ് കേരള ഗവൺമെൻറ്റും പ്രാദേശിക സർക്കാരും ഔദ്യോഗികമായി ആവശ്യപ്പെട്ട ഇതിൻ്റെ കാര്യത്തിൽ കേന്ദ്ര സർക്കാർ ഇടപെടാന്നുള്ളത്. പക്ഷേ ഈ 2 സർക്കാരുകൾ ഈ കാര്യത്തിൽ ഇടപെടാൻ മടിക്കുകയാണ്. എന്താണ് വിഷയം വെച്ചാൽ രാഷ്ട്രീയം തന്നെ ആയിരിക്കാം എന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ഈ കാര്യത്തിൽ വരുന്ന ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവിടെ ബ്ലോക്ക് പഞ്ചായത്ത് സ്ഥാനാർത്ഥിയായിട്ട് പ്രകാശ് എന്ന് ഞാൻ മത്സരിക്കുന്നുണ്ട്. ജില്ലാ പഞ്ചായത്തിലേക്ക് ജിഷ മത്സരിക്കുന്നു. ഗ്രാമപഞ്ചായത്തിലേക്ക് ഇവിടെ 2 വാർഡുകൾ വരുന്നു. 2-3 വാർഡുകളിൽ ഒന്ന് ശ്രീമതി കുഞ്ഞി, ഒന്ന് സുഭാഷ് ചന്ദ്രബോസ്. ഈ വരുന്ന ആളുകൾക്ക് നിങ്ങളെല്ലാവരും നിങ്ങളെ വിലയേറിയ വോട്ടുകൾ താമര അടയാളത്തിൽ വിജയിപ്പിച്ച് ഇവിടെ വിജയിക്കുകയാണെങ്കിൽ മാത്രമേ ഞങ്ങൾക്ക് എന്തെങ്കിലും കേന്ദ്രത്തിൽ സമ്മർദ്ദം ചെലുത്താൻ പറ്റുള്ളൂ. ഇത് വോട്ടെല്ലാം മറ്റുള്ള പാർട്ടികൾക്ക് കൊടുത്തു കഴിഞ്ഞ് ഇവിടെ വേണമെന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. അതുകൊണ്ട് എല്ലാവരും താമര അടയാളത്തിൽ വോട്ട് ചെയ്ത് BJP സ്ഥാനാർത്ഥികൾ വിജയിപ്പിക്കണമെന്നും നമുക്കിവിടെ വികസനം കൊണ്ടുവരണമെന്നും ഞാൻ എല്ലാവർക്കും വേണ്ടി ആവശ്യപ്പെടുന്നു.